ചരിത്രത്തിലും സർക്കാർ രേഖകളിലും പുസ്തകങ്ങളിലും വെബ്സൈറ്റുകളിലുമെല്ലാം പല തീയതികളിൽ ജനിച്ച നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ഔദ്യോഗിക ജന്മദിനം കണ്ടെത്തി. കൊല്ലവർഷം 1104 മീനം 10, അതായത് 1929 മാർച്ച് 23. തീയതി കണക്കാക്കാൻ കൊല്ലവർഷ പഞ്ചാംഗത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന കാലത്ത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ജനനത്തീയതി രേഖപ്പെടുത്തുന്ന പതിവുണ്ടായിരുന്നില്ല. സംവിധായകൻ ആർ ശരത്തും എഴുത്തുകാരൻ വിനു അബ്രാഹവും പ്രേം നസീറിനെക്കുറിച്ച് തയ്യാറാക്കുന്ന ഇംഗ്ലീഷ് ഡോക്യുമെന്ററിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. വിക്കിപീഡിയയിലും വെബ്സൈറ്റുകളിലും പുസ്തകങ്ങളിലും പല വർഷവും പല തീയതിയുമാണ്. വിക്കിപീഡിയ പ്രകാരം 1926 ഏപ്രിൽ 7 പ്രേം നസീറിന്റെ ജനനത്തീയതി. ചലച്ചിത്ര അക്കാദമിയിൽ മറ്റൊരു തീയതിയാണ്. ഈ ആശയക്കുഴപ്പം അവസാനിപ്പിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. പ്രേം നസീറിന്റെ പാസ്പോർട്ട് മകൾ റീത്തയുടെ പക്കലുണ്ട്. അതിൽ ജനനവർഷം 1929 ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച ചിറയൻകീഴ് ശ്രീചിത്ര ബോയ്സ് സ്കൂളിലെ രജിസ്റ്ററിലും ചങ്ങനാശ്ശേരി SB കോളേജിലെ രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: പേര് അബ്ദുൽ ഖാദർ, ജനനത്തീയതി 10/8/1104, അത് കൊല്ലവർഷമാണ്. പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. പ്രേം നസീറിന്റെ സഹായത്തോടെ പുതുക്കിപ്പണിത ചിറയൻകീഴ് പ്രേം നസീർ മെമ്മോറിയൽ ഗവൺമെന്റ് HSL മുന്നിലെ സ്മാരകത്തിലും ഈ ജനനവർഷം കണ്ടതോടെ സംശയം മാറി. പ്രേം നസീർ ജീവിച്ചിരുന്നപ്പോൾ പ്രസിദ്ധീകരിക്കുകയും അന്തരിച്ച് വർഷങ്ങൾക്ക് ശേഷം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്ത എന്റെ ജീവിതം എന്ന ആത്മകഥയിലും നസീറിന്റെ മകൾ ലൈല റഷീദും P സക്കീർ ഹുസൈനും ചേർന്ന് എഴുതിയ ഇതിലേ പോയത് വസന്തം എന്ന ഓർമ്മക്കുറിപ്പിലും ചേർത്തിട്ടുള്ള ജീവിതരേഖയിൽ 1927 ഏപ്രിൽ 7 എന്നാണ് ജനനത്തീയതി ചേർത്തിരിക്കുന്നത്. പ്രേം നസീർ ജീവിച്ചിരുന്ന കാലത്ത് 1984 ഓഗസ്റ്റിലെ സിനിമാ മാഗസിനിൽ മിത്രൻ നമ്പൂതിരിപ്പാട് എഴുതിയ പ്രേം നസീറിന്റെ ജാതകം പ്രകാരം ജനനത്തീയതി 1929 ഡിസംബർ 16. പിന്നീട് പല ജീവ ചരിത്ര കുറിപ്പുകളിലും 1929 ഡിസംബർ 24, 26 എന്നിങ്ങനെ വ്യത്യസ്തമായ തീയതികളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പ്രേം നസീറിന്റെ ഔദ്യോഗിക ജനനത്തീയതിയായി കണ്ടെത്തിയിരിക്കുന്നത് 1929 മാർച്ച് 23. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ കണ്ടിട്ടുള്ള പ്രേം നസീർ സിനിമകൾ ഏതെന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.